ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്ന എൻ്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക്. ഇന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഇന്ന് അച്ഛൻ്റെ കൂടെ. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. അപ്പൂപ്പനെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മെന്റലി ഫ്രൈഡ് എന്നുള്ള ടീഷർട്ട് ചൂസ് ചെയ്തത്. ഞാനൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ പെട്ടെന്ന് പോയില്ലെങ്കിൽ അപ്പൂപ്പൻ തട്ടിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിട്ടു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവും. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. അമ്മൂമ്മ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇട്ട് കൊടുത്തിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അമ്മൂമ്മ നന്നായി മുറുക്കാൻ ചവച്ചിരുന്നോണ്ട് ഒരു നാച്ചുറൽ റെഡ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അസുഖം വന്ന് ചാവാറായപ്പോൾ ഡോക്ടർ മുറുക്കാൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ എന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക. ഹെയർ ഞാനൊരു സ്ലിക്ക് ബാക്ക് ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അപ്പൂപ്പൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റാർ ആവുമല്ലോ, അതുകൊണ്ട് ഞാനൊരു സ്റ്റാർ വെക്കാന്ന് വിചാരിച്ചു. അമ്മമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു സ്റ്റാറും കൂടെ ഞാൻ വെച്ചു. ഞാൻ പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം. അപ്പത്തിലുള്ള തത്ത ഇത് മനഃപൂർവ്വം തന്നതാ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ബാക്കി ആവശ്യമുള്ള മേക്കപ്പ് സാധനങ്ങൾ ഞാൻ എന്റെ ഈ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ഷർട്ട് ഷെഡി കേട്ട് മറ്റൊരു ബാഗ്. അപ്പൊ അടുത്ത അപ്പൂപ്പന്റെ 16-ന് കാണാം. ബൈ ഗായ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.